അതിമനോഹരമായൊരു പ്രഭാതമായിരുന്നു അത്. വീട്ടിലും ചിത്രശലഭവും വണ്ടും ലേഡി ബഗും തോട്ടത്തിൽ ഒത്തുകൂടി. നല്ല തണുത്ത ചെറിയ കാറ്റിൽ ചെടികളും പൂക്കളും ആടി ഉലഞ്ഞു. ഒരു വലിയ മഞ്ഞപ്പൂവിൽ നിന്നും സ്വർണ്ണ നിറമുള്ള പൂമ്പൊടി ഇടയ്ക്കൊക്കെ നിലത്ത് വീണുകൊണ്ടിരുന്നു. എന്ത് ഭംഗിയാണ് ഈ പൂവും പൂമ്പൊടിയും കാണാൻ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഈ പൂമ്പൊടിയെ പറ്റി? ഇല്ല വിട്ടു ചേട്ടാ, എന്താണ് ഈ പൂമ്പൊടി? ഈ പൂമ്പൊടി നിങ്ങളുടെ ദേഹത്ത് വീണാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം നടക്കും. സത്യമാണോ? അറിയില്ല, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചിട്ട് തന്നെ വേറെ കാര്യം. എന്നാൽ നമുക്കങ്ങനെ ചെയ്തു നോക്കാം. എല്ലാവരും വരൂ, നമുക്ക് പൂച്ചെടിയുടെ അടിയിൽ പോയി നിൽക്കാം. അവരെല്ലാം കൂടെ ആ പൂച്ചെടിയുടെ അടിയിൽ പോയി നിന്നു. ചിത്രശലഭം പ്രാർത്ഥിച്ചു, ഇന്ന് എനിക്ക് വളരെ ഉയരത്തിൽ പറക്കാൻ പറ്റണേ. ഒരൊറ്റ ചാട്ടത്തിന് ഈ ചെടിയുടെ ഏറ്റവും മുകളിൽ എനിക്ക് എത്താൻ പറ്റണേ. എനിക്ക് ഏറ്റവും തണുത്ത മഞ്ഞുതുള്ളി കുടിക്കാൻ കിട്ടണേ. ഇതുവരെ കിട്ടാത്ത അത്രയും മധുരമുള്ള പഴം ഇന്ന് എനിക്ക് കഴിക്കാൻ കിട്ടണേ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കവേ ആ ചെടി ഇവരുടെ പ്രാർത്ഥന കേട്ടിട്ടെന്നോണം സ്വർണ്ണ നിറമുള്ള പൂമ്പൊടി പൊഴിച്ചു. അത് പറന്നു വന്ന് എല്ലാവരുടെയും ദേഹത്ത് വീണു. കണ്ടോ, പൂമ്പൊടി വീണത് കണ്ടോ? ഇനി പ്രാർത്ഥിച്ചത് നടക്കും, ശ്രമിച്ചു നോക്കൂ. പെട്ടെന്നൊരു കാറ്റടിച്ചപ്പോൾ ചിത്രശലഭം അതിൽ തത്തിക്കളിച്ച് ശക്തിയോടെ ചിറക് വീശി. ഇന്ന് വരെ അത് എത്തിയിട്ടില്ലാത്ത ഒരു കൊമ്പിലെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ശലഭത്തിന് സന്തോഷം സഹിക്കാൻ പറ്റില്ല. അയ്യോ, കിളികളൊക്കെ എത്തുന്ന ഉയരത്തിൽ ഞാൻ എത്തി. നോക്കൂ, ഞാൻ എവിടെ വരെ എത്തിയെന്ന് കണ്ടോ? ചിത്രശലഭം അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് താഴെ നിന്ന് കൂട്ടുകാർക്ക് കേൾക്കാൻ സാധിച്ചില്ല. അത് കണ്ട ആവേശത്തിലാവണം വിട്ടിലാഞ്ഞൊരൊറ്റ ചാട്ടം. ഒരിക്കലും എത്താൻ സാധിച്ചിട്ടില്ലാത്ത ഒരു ചെടിച്ചിലയിലാണ് അത് ചെന്നിരുന്നത്. അങ്ങനെ ഞാനത് സാധിച്ചു. ലേഡി ബഗ് ആവട്ടെ ആ പുൽത്തകടിയിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും വലിയൊരു പുല്ലിൽ പിടിച്ചു കയറി. അതിൻ്റെ അറ്റത്ത് അപ്പോഴും ഉണ്ടായിരുന്നൊരു വലിയ മഞ്ഞുതുള്ളി നുകർന്നു. എന്തൊരു തണുപ്പ്! ഇന്ന് വരെ കിട്ടാത്ത അത്രയും നല്ല മഞ്ഞുതുള്ളി തന്നെ. വണ്ടാകട്ടെ കാറ്റിലൂടെ വന്നൊരു മണം പിടിച്ചു. ഹായ്, നല്ല മണം! ആ വഴി പറന്നുപോയപ്പോൾ അതാ മഞ്ഞ നിറമുള്ളൊരു പഴം. ഇതുവരെ അധികം കാണാത്തൊരു തരം പഴമായിരുന്നു അത്. ഇതുവരെ ഞാൻ ഈ പഴം കണ്ടിട്ടുമില്ല, തിന്നിട്ടുമില്ല. എന്തൊരു മധുരം ദൈവമേ! എല്ലാം കഴിഞ്ഞ് ഒത്തുകൂടിയപ്പോൾ വണ്ട് പറഞ്ഞു, അയ്യോ, ശരിക്കും മാജിക് തന്നെയല്ലേ ഈ പൂമ്പൊടി. എന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. എന്ന് നമുക്ക് ഈ പൂച്ചെടിയുടെ അടിയിൽ വന്ന് പ്രാർത്ഥിക്കാം. ശലഭവും ലേഡി ബഗും ശരിവെച്ചു. ചോദിച്ചു, പൂമ്പൊടിയുടെ മാജിക് മാത്രമാണോ അതിന് കാരണം? വെറുതെ ഉയരത്തെ കൊമ്പിൽ നീ എത്തിയതാണോ ശലഭമേ? മാജിക് മാത്രമല്ല, ഞാൻ ആഞ്ഞ് ചിറക് വീശിയപ്പോൾ ആണ് ഈ കൊമ്പിലെത്തിയത്. അപ്പൊ മാജിക് മാത്രമല്ല വീട്ടിൽ ചേട്ടാ, നമ്മുടെ ശ്രമവും ഉണ്ടല്ലോ അല്ലേ? നീ നിലത്ത് നിന്നപ്പോഴാണോ നിനക്ക് മഞ്ഞുതുള്ളി കിട്ടിയത്, അതോ ആ പുൽക്കൊടിയുടെ അറ്റത്ത് ചെന്നപ്പോഴാണോ? ഞാൻ തന്നെയാണ് അതിൽ കയറിപ്പോയത് വീട്ടിൽ ചേട്ടാ. അപ്പൊ പൂമ്പൊടിയുടെ ശക്തി? ആ പൂമ്പൊടിക്ക് ഒരു മാന്ത്രിക ശക്തിയില്ല. അയ്യോ ഇല്ലേ? അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചതെല്ലാം നടന്നതോ? നമുക്ക് നമ്മളിലുള്ള വിശ്വാസമാണ് യഥാർത്ഥ മാജിക്. ഒപ്പം പരസ്പരം പ്രോത്സാഹിപ്പിച്ച ഈ സുഹൃത്ത് ബന്ധം, ഇത് രണ്ടും ഉണ്ടെങ്കിലേ എന്നും നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനൊരു മാജിക്കിൻ്റെ ആവശ്യമില്ല. വണ്ടും ലേഡി ബഗും ചിത്രശലഭവും വിട്ടിലിനെ കെട്ടിപ്പിടിച്ചു. അവരെ അനുഗ്രഹിക്കാനെന്ന പോൽ പൂവിൽ നിന്നും സ്വർണ്ണ നിറമുള്ള പൂമ്പൊടി അവരുടെ എല്ലാം ദേഹത്ത് വീണുകൊണ്ട്